ഭഗവാൻ ശിവൻ മത്സ്യത്തൊഴിലാളിയായി വേഷം മാറി ഭൂമിയിലെത്തിയ ഒരു കഥ പരിചയപ്പെട്ടാലോ? ഒരിക്കൽ കൈലാസത്തിൽ വച്ച് ശിവൻ പാർവതി ദേവിക്ക് പ്രപഞ്ച രഹസ്യങ്ങളും വേദങ്ങളുടെ പൊരുളും ഉപദേശിച്ചു കൊടുക്കുകയായിരുന്നു. വളരെ ഗൗരവമേറിയ ഈ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ പാർവതി ദേവിയുടെ ശ്രദ്ധ പെട്ടെന്ന് അടുത്തുണ്ടായിരുന്ന ഒരു പക്ഷിയുടെ കരച്ചിലിലേക്ക് തിരിഞ്ഞു. തൻ്റെ ഉപദേശം ദേവി വേണ്ടത്ര ഏകാഗ്രതയോടെ കേൾക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ ശിവൻ കോപാകുലനായി. ശ്രദ്ധയില്ലാത്തവർക്ക് ഈ അറിവ് നേടാൻ അർഹതയില്ല. നീ ഏകാഗ്രതയില്ലാത്ത ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകളായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശിവൻ ദേവിയെ ശപിച്ചു. ശാപപ്രകാരം പാർവതി ദേവി ഭൂമിയിൽ ഒരു മത്സ്യത്തൊഴിലാളി നേതാവിൻ്റെ മകളായി ജനിച്ചു. പാർവതി എന്ന പേരിൽ തന്നെ ആ സുന്ദരിയായ പെൺകുട്ടി ആ ഗ്രാമത്തിൽ വളർന്നു. അവൾ മത്സ്യബന്ധനത്തിലും ഗ്രാമത്തിലെ ജോലികളിലും അഗ്രഗണ്യായിരുന്നു. പാർവതി പോയതോടെ കൈലാസം ശൂന്യമായി. ശിവൻ തൻ്റെ പ്രവൃത്തിയിൽ ദുഃഖിക്കുകയും ദേവിയെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ ശാപമോക്ഷത്തിനായി ഒരു നിബന്ധനയുണ്ടായിരുന്നു. ശിവൻ തന്നെ ഭൂമിയിലെത്തി ദേവിയെ വീണ്ടും വിവാഹം കഴിക്കണം. ആ സമയത്ത് പാർവതി താമസിക്കുന്ന ഗ്രാമത്തിന് അരികിലുള്ള കടലിൽ ഒരു ഭീമൻ സ്രാവ് പ്രത്യക്ഷപ്പെട്ടു. അത് മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ തകർക്കുകയും അവർക്ക് കടലിൽ പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. ഗ്രാമത്തലവൻ ഈ ഒരു പ്രഖ്യാപനം നടത്തി: ഏതൊരു യുവാവാണോ ഈ സ്രാവിനെ പിടികൂടി ഞങ്ങളെ രക്ഷിക്കുന്നത്, അവന് എൻ്റെ മകളെ വിവാഹം കഴിച്ചു നൽകും. ഇതറിഞ്ഞ ശിവൻ ഒരു കരുത്തനായ മത്സ്യത്തൊഴിലാളിയുടെ വേഷം കെട്ടി ആ ഗ്രാമത്തിലെത്തി. അദ്ദേഹം കടലിൽ ഇറങ്ങി ആ കൂറ്റൻ സ്രാവിനെ നിഷ്പ്രയാസം കീഴടക്കി കരയ്ക്കെത്തിച്ചു. ഗ്രാമവാസികൾ ആഹ്ലാദഭരിതരായി. വാഗ്ദാനപ്രകാരം ഗ്രാമത്തലവൻ തൻ്റെ മകളായ പാർവതിയെ ആ യുവാവിന് വിവാഹം കഴിച്ചു നൽകി. വിവാഹശേഷം ശിവൻ തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. പാർവതിക്ക് തൻ്റെ പൂർവ്വകാല സ്മരണകൾ തിരികെ ലഭിച്ചു. ശിവനും പാർവതിയും കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി. ഈ കഥ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഏതൊരു കാര്യത്തിലും ഏകാഗ്രത എത്രത്തോളം പ്രധാനമാണെന്ന് ഈ കഥ കാണിച്ചു തരുന്നു. കൂടാതെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് തിരുത്താനും സ്നേഹിക്കുന്നവർക്കായി ഏതൊരു വേഷം കെട്ടാനും ദൈവം പോലും തയ്യാറാകുന്നു എന്നതും ഈ കഥയിലെ ഹൃദ്യമായ വശമാണ്.